ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഷ്ടമാണ്. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാലക്കാടൻ സ്റ്റൈൽ ഇടിയപ്പം. പാലക്കാടൻ സ്റ്റൈൽ ഇഷ്ടമാണ്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഇത് വേഗം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട്. കാന്താരി ആയാലും പച്ചമുളകായാലും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. കുറച്ച് ഇഞ്ചി വേണം, 2 സവാള വേണം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. തൊലി കളഞ്ഞിട്ട് ഇതങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. സവാള, ഇഞ്ചി, മുളക്, ഒരു തേങ്ങ, 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പാലെടുക്കണം. ഒരു ജാറെടുത്ത് നമുക്കിത് വാരിയിട്ട് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല പാല് കിട്ടും. കുറേശ്ശായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പൊന്തിപ്പോവേ. ഇഞ്ചി ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. അങ്ങനെ ഓരോ പീസിട്ട് ചതച്ചെടുക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ടേസ്റ്റ് വയ്ക്കുന്നത്. കുക്കറിൽ ഇങ്ങനെ വിസിൽ ഇട്ടിട്ട് വയ്ക്കുമ്പോൾ അത് ഉരുളക്കിഴങ്ങ് ഒരു നല്ല സോഫ്റ്റ് ആയി കിട്ടും, നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുമേ. ഇനി ചതച്ചത് ഇതിലിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. തിന്നായിട്ട് ഒരുപാട് കട്ട് ചെയ്യല്ലാത്ത ഇങ്ങനെ മതിയാവും. അത് നമ്മുടെ സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളകും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് 2-ാം പാലും 3-ാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കും. 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. മതി. അതിൻ്റെ എയറൊക്കെ പോയി തുറന്നു. കണ്ടു, നല്ല വെന്ത് നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒന്ന് അടുപ്പ് കത്തിക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതിയാവും. മതി, ഓഫ് ചെയ്യാം. ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ഗസ്റ്റ് വരുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. കൂടെ കഴിക്കാൻ ഒരു ദോശ ഇഷ്ടം കേട്ടോ. റെഡി ആയിട്ടുണ്ട്.